ചെയ്ത സിനിമയുടെ ഒരു ക്യാരക്ടറിന്റെ കഥയാണ് ഈ സിനിമ. ഒരുപാട് പേർക്ക് താങ്ക്സ് ഒക്കെ പറയാനുണ്ട്. ഒരു 12 വർഷം മുമ്പ് ചെയ്ത സിനിമ ചെയ്തിട്ടുള്ള ആ സിനിമയിൽ ആക്ട് ചെയ്ത ആളുകൾ വരെ ആ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. അതിലൊരാൾ വിശാഖ ഇവരൊക്കെ വന്നിട്ടുണ്ട്. സോ പിന്നെ എല്ലാത്തിനും മുമ്പ് പറയാനുള്ളത് എൻ്റെ ഗുരു ഉണ്ട്. ഇങ്ങനെ ഒരു സ്പേസ് ഒക്കെ ഉണ്ടാവാനൊക്കെ കാരണമായതാണ്. സോ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 12 വർഷം മുമ്പ് ചെയ്ത സിനിമയുടെ ഒരു ക്യാരക്ടറിന്റെ കഥയാണ് ഈ സിനിമ. സോ അതിലൊരു ക്യാരക്ടറിന്റെ കഥയാണ്. സോ അത് സിനിമ എന്ന് പറഞ്ഞാൽ പൈലറ്റ് സിനിമയാണ്. പൈലറ്റ് സിനിമ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് വേർഷനാണ് എൻ്റെ ഫീച്ചർ സിനിമ ആയിട്ട് ഇതാക്കുന്നത്. ചില സിനിമ ഡിസ്റ്റർബ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ തോട്ട്സ് ഒക്കെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചില സിനിമകൾ ചെയ്തിട്ടുള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതും അങ്ങനെ ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ഇതിൽ കാണിച്ചിട്ടുള്ള കുറച്ച് പോർഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു പോർഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്യാച്ച് ചെയ്യാൻ ഓരോ ടൈമിൽ നമുക്ക് അത് കിട്ടില്ല. അതെ, കൃത്യമായിട്ട് നമ്മൾ തിയേറ്ററിൽ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും ചില ശബ്ദങ്ങൾ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ശബ്ദം എവിടെയോ ഷെമീമിൻ്റെ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നു. നോൺ വയലൻസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ സാധ്യമാകുന്ന ഒരു സ്ഥലത്തേക്ക് യാത്രയാകുന്ന ഒരു മനുഷ്യൻ 13 വർഷം മുൻപ് ഷൂട്ട് ചെയ്തൊരു മൂവിയാണെങ്കിൽ അതിന് മുഴുവൻ സമകാലീന പ്രസക്തിയുള്ളൊരു മൂവിയായിട്ട് തന്നെയാണ് ഇതിപ്പോൾ കണ്ടപ്പോഴും തോന്നുന്നത്. ആഗോളതലത്തിൽ തന്നെ ഏതൊരു മനുഷ്യനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഷമീം ഈ കഥ പറഞ്ഞിട്ടുള്ളത്. ഷമീമിൻ്റെ വളരെ ബോൾഡായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ കണ്ടത്. സാധാരണ ഇവരെ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല. ഡയറക്ടർ ഒരു ചെറിയ സംഭാഷണത്തിൽ പോലും ഒരു നിഗൂഢത എപ്പോഴും ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരാളാണ്. നമ്മുടെ സൗഹൃദ സംഭാഷണത്തിൽ ഈ സിനിമയിൽ ഇത്തരത്തിലൊരു നിഗൂഢമായിട്ടുള്ള എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു മുഴുനീള ചിത്രത്തിൻ്റെ പ്രവേശകമാണ് എന്നാണ്. ആ രീതിയിൽ അത് നല്ല രീതിയിൽ ഒരു ആത്മീയമായ രീതിയിൽ സിനിമയ്ക്കകത്ത് ഏതൊരു കലയ്ക്കകത്തും ഒരു ആത്മീയതയുണ്ട്. സിനിമയുടെ ഒരു ആത്മീയത പങ്കുവെക്കുന്ന ഒരു അനുഭവമായിട്ടാണ് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥകൾ പോർട്രേറ്റ് ചെയ്യാനാണ് ഡയറക്ടർ നമ്മളോട് പറഞ്ഞത്. പിന്നെ എൻ്റെ ആക്ടിങ് ജേണിയിൽ തന്നെ പ്രോസസ്സ് ഭയങ്കരമായിരുന്നു. ഷമീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ
ആ ക്യാരക്ടറിലേക്കുള്ള ഒരുപാട് റെഫറൻസുകളും പിന്നെ അതുപോലെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ ഡയറക്ടർ ഭയങ്കരമായിട്ട് ഒരു പിന്നെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു കുറേ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ക്യാരക്ടറിലേക്ക് എത്തിയിട്ടുള്ളത്. Shamim's movie is always like looking at a modern art. It has many layers and you need some patience and time to really understand it. So this is my first time. Obviously, this time the audio itself has many layers. So it's really hard for me to capture completely in the very first viewing itself. And of course, I'm very happy to see the other movie, which I was part years back. It's a wonderful experience. As a cinema, it's a really wonderful experience.